അത് പിന്നെ വർഷേ, എനിക്ക് നേരം ഇല്ലാത്തോണ്ടാ, അല്ലെങ്കിൽ ഞാനും വന്നേനെ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വർഷേ, മുത്തിന് ബാഗും ലഞ്ച് ബോക്സും നോട്ട്ബുക്കും എല്ലാം വാങ്ങിയേക്കണം, ഒന്നും മറക്കരുത്. എന്താ വർഷേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൾക്ക് നീ നേരെ വണ്ണം വാങ്ങുമെന്ന് എനിക്കറിയാവല്ലോ. എന്തിനാ വർഷേ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൾക്ക് വാങ്ങണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ, ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഷോ, നീ ഒന്ന് വിട്. ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ, നിന്നെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി. നീ എന്തെങ്കിലുമൊക്കെ ചെയ്യ് വർഷേ. എന്ത് പറഞ്ഞാലും അവൾക്ക് നെഗറ്റീവേ ഉള്ളൂ. ഓ എന്റെ ദൈവമേ, ഞാനൊന്നും മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. ആരിത്, കല്ലുവോ? ഇതെന്താ, കാപ്പി കുടിക്കുന്നിടത്തുനിന്ന് ഇറങ്ങി വന്നതാണോ? നിനക്ക് മുത്തുചേച്ചിയോട് അത്രക്ക് സ്നേഹാണോ? അമ്പടി കള്ളി. വർഷേ, നീ ഒന്ന് ക്ഷമിക്കു വർഷേ, കൊച്ചു പിള്ളേരല്ലേ അത്. വർഷേ, അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ, എന്ന സമയം കളയണ്ട, പോവാൻ നോക്ക്. എനിക്ക് മുത്തിനോട് ദേഷ്യമൊന്നുമില്ല ചേട്ടാ. അവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നന്നായി നോക്കിക്കോളാം. നോക്കും ഞങ്ങൾക്ക് നല്ലോണം അറിയാം. ആ നാശം പിടിച്ച പെണ്ണിന്റെ വായിൽ നിന്നും എന്തൊക്കെയാണ് ഈ വരുന്നത്? ഇനിയിപ്പോ ഞങ്ങള് പോയാ ഇവിടെ നിന്നും കുറ്റം പറഞ്ഞു കൊടുക്കോ മണിക്കുട്ടിയുടെ ഡാഡിയോട്? മുത്തച്ചേച്ചി, ഞങ്ങളും വരുന്നുണ്ട് ഷോപ്പിങ്ങിന്. അത് പറയാനാ ഞാനേ വന്നത്. അപ്പൊ നാശം പിടിച്ച പെണ്ണ് ഇവിടെ നിന്നും പോവും ഇപ്പൊ. ഇനി ഞങ്ങളുടെ കൂടെ ഷോപ്പിങ്ങിന് ഉണ്ടാകുവോ അസത്ത്? മുത്തച്ചേച്ചി ടാറ്റാ. ആഹാ, കല്ലൂന് ഷോപ്പിങ്ങിന് പോവാണോ?
ഓലൊക്കെ പോയി, ഞാനും പോകാ. അപ്പ പറഞ്ഞ പോലെ ബൈ ബൈ. നിക്കനൊക്കെ ഇങ്ങോട്ട് കൊണ്ടോ. ആ ചെറുക്കനും പോയോ? ഇനിയിപ്പോ എന്താ, ഒരു മനസ്സിന്റെ കൂട്ടിനെ കാണുന്നില്ല ഇവിടെ. ഇനി പോകാൻ പറഞ്ഞ പോലെ തന്നെ ബാഗ് അങ്ങോട്ട് വെക്കാദ്യം. ഇന്റെ ബാഗ് എമ്മാതിരി പറക്കലാണ് പറക്കണത്. ഇന്റെ പഠിച്ചോനെ. ഈ പഹേനെ എവിടുന്നാ ഇപ്പൊ പൊട്ടി പുറപ്പെട്ടത്? വല്യമ്മ, എന്താ സെൽഫിക്കറേ? ഈ ബാഗ് ഞാൻ നന്നായി നോക്കിക്കൊണ്ട്. വല്യമ്മ സങ്കടപ്പെടണ്ടട്ടാ. ഇത് പഠിച്ചോനെ, അതിലാണല്ലോ എന്റെ എല്ലാ സമ്പാദ്യം ഉള്ളത്. ഞാനേ 50 ഉറുപ്പിക ചോദിച്ചപ്പോഴേ വല്യമ്മ എന്താ പറഞ്ഞത്? അപ്പൊ വല്യമ്മ പൈസ കണ്ടിട്ടേ ഇല്ലല്ലേ? സെൽഫിക്കറേ, അതിലൊന്നുമില്ല, അതവിടെ വെക്ക്. ആ, ഇതിലൊന്നുമില്ലല്ലോ, അപ്പൊ പ്രശ്നമില്ല. അല്ലല്ല, അതില് ആ ബാഗ് നല്ലോണം സൂക്ഷിച്ച് നോക്ക്. അപ്പൊ വല്യമ്മല്ലേ പറഞ്ഞതിലൊന്നുമില്ലാന്ന്? പഠിച്ചോനെ, ഞാൻ വല്ലാത്തൊരു പെടലാണല്ലോ പെട്ടിക്കണത്. സെൽഫിക്കറേ, സെൽഫിക്കറേ, എന്താ വല്യമ്മ? കുട്ടിയെ, 50 ഉറുപ്പിയല്ലേ, അതനക്ക് ഞാൻ തരാടാ. അതേ, പള്ളി പറഞ്ഞാ മതി. 50 ഉറുപ്പിയൊന്നും ഇച്ച് വേണ്ട. ഇന്റെ അള്ളോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? സെൽഫിക്കറേ, അനക്ക് ഞാനേ ഒരു 100 ഉറുപ്പിയ അങ്ങോട്ട് തരാ. 100? 100ഒന്നും ഇച്ച് വേണ്ട. ഇന്റെ പഠിച്ചോനെ, ഈ കുരിപ്പിന്നിട്ട് ഇടങ്ങാറാക്കുമല്ലോ. എന്തായാലും വേണ്ട, ഇതിന്റെ മുകളിൽ കേറണേ, കേറിയിട്ട് അങ്ങോട്ട് പോകണേ. അപ്പൊ പിന്നെ ഓന്റെ കയ്യിൽ നിന്ന് ആ ബാഗ് പൊടിച്ച് പറിച്ചിട്ട് വാങ്ങാലോ. എന്റെ പഠിച്ചോനെ, ബാഗാണ് ഓരോടത്ത്, പേടിയാണെങ്കിൽ മറ്റൊരിടത്ത്. എന്തായാലും വേണ്ടിട്ടില്ല, കേറന്നെ. ഇതെന്ത് വല്ല പഠിച്ചോനെ വരുന്നത്? അന്നെ ശരിയാക്കി തരാട്ടോ, ജീവനോട് ഞാൻ അങ്ങോട്ട് എത്തട്ടെ. എന്റെ പഠിച്ചോനെ, ഇവിടെ ആരെയും കാണാനില്ലല്ലോ. ആ ചെറുക്കനും പോയി. എങ്ങനെ ഇനിയിപ്പോ ഈ വണ്ടി കൊണ്ടുവന്ന് ഇറങ്ങാ? ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? എന്നെ ഒന്ന് രക്ഷിക്കണേ. ഹായ് വർഷയല്ലേ? അതെ, ആരാ? മനസ്സിലായില്ല. നീ എന്നെ മറന്നല്ലേ? എനിക്കങ്ങോട്ട് പിടി കിട്ടുന്നേ ഇല്ല. നീ ആളാകെ മാറിപ്പോയല്ലോ. ഓർത്ത് നോക്ക് നമ്മുടെ കോളേജ് ലൈഫൊക്കെ. അയ്യോ, സാറയല്ലേ ഇത്? നീ എന്താടി ഇങ്ങനെ മസിലും പിടിച്ചോണ്ട്? ഒന്ന് ചിരിക്കടി. ആന്റി, കണ്ണട വെച്ചാലേ ചിരിക്കാറില്ല. ഓ, ജാട ജാട. എനിക്കങ്ങനെ ജാടയൊന്നുമില്ല സാറാ. ഓ, ഇപ്പോഴെങ്കിലും നിന്റെ പല്ലൊന്ന് കണ്ടല്ലോ ഞാന്. സാറാ, നിന്നെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായതേ ഇല്ല. സാറാ, നിനക്ക് എത്ര പിള്ളേരാ? ആണായിട്ടും പെണ്ണായിട്ടും ഇതാ ഒരെണ്ണമേ ഉള്ളൂ. നിനക്ക് പിന്നെ കുറെ കൊച്ചുങ്ങളായല്ലോ. ഏയ്, എനിക്കങ്ങനെ അധികമൊന്നുമില്ല. പിന്നെ നാട്ടുകാരുടെ പിള്ളേരാണോ നിന്റെ കൂടെയുള്ളത്? പോരാത്തതിനൊന്ന് വയറ്റിലും. ഓ, അതോ, ഇതിൽ ഒരാളേ ഉള്ളൂ എന്റെ മോള്. അപ്പൊ ആ 2 പിള്ളേരോ? ഞാൻ പറഞ്ഞു തരാം ആന്റി. വാവ്, ഗുഡ് ഗേൾ. അല്ലെങ്കിലും എന്റെ മോള് നല്ല മിടുക്കിയാ. മമ്മി, ഞാൻ മാത്രാണ് മമ്മിയുടെ മോള്. ഇത് എന്റെ ആന്റിയുടെ മോളാ. അപ്പൊ ആ കുട്ടിയാ? അവള് അവള് പറ മോളു, അവളെ പറയാൻ എന്തിനാ ഇത്ര താമസം? ഹേയ്, താമസമൊന്നുമില്ല, അവള് ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരിയാ. മണിക്കുട്ടി,